ഈ പ്രണയം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു പൂവലും ഒരു കിളിയും ഒക്കെ ഉള്ളതാണ്. ഇവിടെയാണ് അങ്ങനെ കാണുന്നത്. നിങ്ങളൊന്നും പ്രണയിച്ചിട്ടില്ലേ? കഴിഞ്ഞ ദിവസം എറണാകുളത്തിന് പോയ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല അല്ലേ? അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മളുടെ ദയാബായി അമ്മയെ നേരിട്ട് കാണാൻ പറ്റി. ആ വേദിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഈ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ പെൺമ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമിലാണ് ഞാൻ പങ്കെടുത്തത്. വനിതാ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എന്നെപ്പോലെ ജീവിതം, അതായത് കഠിനാധ്വാനത്തിലൂടെ അല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെ ജീവിത വിജയം കൈവരിച്ച 9 പേരെയുമായിരുന്നു അവിടെ ആദരിച്ചിരുന്നത്. ഒരുപാട് അഭിമാനം തോന്നി കേട്ടോ. കാരണം അവിടെ പറഞ്ഞ ഞാനടക്കമുള്ള 9 പേരിൽ 8 പേരും പറഞ്ഞ അവരുടെ അനുഭവ കഥകൾ കേട്ടപ്പോൾ ഭയങ്കര അഭിമാനം തോന്നി. ഇത്രയും ഈ 9 പേരുടെ 8 പേരുടെ കൂടെ എനിക്കും നിൽക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി കേട്ടോ. ഓരോരുത്തരുടെയും അനുഭവം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അനുഭവവും വളരെ വ്യത്യസ്തമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും എറണാകുളത്തെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് അവിടെ ചെന്ന് അവരുമായിട്ടൊക്കെ പരിചയപ്പെട്ട് എല്ലാവരും തന്നെ നമ്മളോട് സംസാരിക്കാനും നമ്മളെ വന്ന് കെയർ ചെയ്യാനും ഒക്കെ ഒരു പ്രത്യേക ഒരു ഉത്സാഹം തന്നെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പർവീൺ മാഡത്തെക്കുറിച്ച് ഞാൻ ഇന്നലെ പോസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ഇത്രത്തോളം മനുഷ്യരുടെ മനസ്സ് കവരാൻ എങ്ങനെ ഒരാൾക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ചേച്ചി എന്ന് പറയാനാണ് എനിക്കിഷ്ടം. എനിക്ക് മാഡം എന്ന് പറയുന്നത് ഭയങ്കര എന്തോ അകലം പോലെ തോന്നിക്കുകയാണ്. എന്തായാലും ഇവർ ഈ ഓരോരുത്തരും ഈ ആദരവ് ഏറ്റുവാങ്ങുന്ന ഓരോരുത്തരും തന്നെ അവരുടെ മേഖലകളിൽ ഭയങ്കരമായ കഴിവ് തെളിയിച്ചവരാണ് കേട്ടോ. കഴിവ് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാം അങ്ങ് ഒത്തിണങ്ങി വന്നിട്ട് അവർ കഴിവ് തെളിയിച്ചവരല്ല. അവരുടെ പ്രതിസന്ധികളെ എല്ലാം മറികടന്ന് അവർ ജീവിത വിജയം നേടിയവരാണ്. എനിക്ക് ഭയങ്കര ഈ കാണുന്ന ഇവരെയൊക്കെ പറയുന്നത്, എനിക്കത് പറയാൻ വാക്കുകളില്ല ശരിക്കും പറഞ്ഞാൽ. സൗമ്യയായാലും ഓരോരുത്തരും ഓരോ നിലയിൽ ഭയങ്കര അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം ഇങ്ങനെ തരണം ചെയ്ത് ചിലപ്പോൾ അവരിപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളെ ഇങ്ങനെ തരണം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. അങ്ങനെയൊക്കെ അതുപോലെ തന്നെ ഇവരെല്ലാവരെയും പരിചയപ്പെട്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഈ 9 പേര് മാത്രമല്ല, ഈ 8 പേര് മാത്രമല്ല, ഈ നിൽക്കുന്ന ഓരോരുത്തരും തന്നെ എല്ലാവരും തന്നെ ഓരോരോ മേഖലകളിൽ അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്രകൾ പതിപ്പിച്ചവരാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ഇവരെയൊക്കെ കണ്ടതിലും അവരെ ഇതിലിപ്പോൾ എൻ്റെ വീഡിയോ ഇവരൊക്കെ കാണുന്നതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. പൗളി ചേച്ചിയെ കാണാൻ പറ്റിയതും പരിചയപ്പെടാൻ പറ്റിയതും ഒക്കെ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ ഒരുപാട് സിനിമകളിലൂടെ മാത്രമേ ചേച്ചിയെ കണ്ടിട്ടുള്ളൂ. ചേച്ചിയുടെ ഇനി നമുക്ക് ചേച്ചിയുടെ വാക്കുകളിലേക്ക് പോകാം. വഴക്കിട്ട ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പനോട് വഴക്കൊന്നുമില്ല. സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഈ അപ്പന് ഈ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാ പൊന്നി അപ്പോ അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോട്ടെ എന്നല്ലേ അപ്പം പറഞ്ഞത്. താരാവരി ഉരുളക്കിഴങ്ങ് വെക്കടി വെള്ളം എന്നും പറഞ്ഞ് കുടിക്കാനിരുന്ന ആളല്ലേ എന്നാ പൊന്നി അപ്പോ. അവാർഡ്